നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ പെൺകുട്ടി മാതാപിതാക്കളുടെ കൂടെ പോകാൻ താല്പര്യം കാണിച്ചില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. കുട്ടിയെ വിശദമായി കേട്ടുവെന്നും അമ്മ കുട്ടിയെ അടിക്കാറുണ്ടായിരുന്നുവെന്നും CWC അറിയിച്ചു. കൗൺസിലിംഗിനു ശേഷം മാതാപിതാക്കളുടെ കൂടെ വിടണമോ എന്ന് തീരുമാനിക്കുമെന്നും കുട്ടിയുടെ പൂർണ്ണ സംരക്ഷണം CWC ഏറ്റെടുക്കുമെന്നും ചെയർപേഴ്സൺ ഷാനിബ ബിഗം പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തഭൂമി സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചുപോയിട്ട് 15 നാൾ പിന്നിട്ടു. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെയും വയനാടിനായി ഒരു സാമ്പത്തിക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. വൻ മനുഷ്യക്കുരുതിയുണ്ടായ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. കേരളം വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ വൈകാതെ സഹായം ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. BJP ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ നഷ്ടമായ 32 കോടി രൂപ തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നടപടി ആരംഭിച്ചു. നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കും. ഭരണസമിതി അംഗങ്ങൾ നഷ്ടമായ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹകരണ നിയമപ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടും. തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് പുറത്തു വന്നതോടെ ആരോപണ വിധേയരായ മുൻ ഭരണസമിതി അംഗങ്ങൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യം. ഇതിന്റെ ഭാഗമായി ഡ്രൈ ഡ്രഡ്ജിംഗ് തുടങ്ങണമെന്ന ആവശ്യവുമായി കേരള നേതാക്കൾ കർണാടക മുഖ്യമന്ത്രിയെ കാണും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. MK രാഘവൻ MP, മഞ്ചേശ്വരം MLA MKM അഷ്റഫ്, കാർവാർ MLA A സതീഷ് സേൽ, അർജുന്റെ ബന്ധുക്കൾ എന്നിവരാണ് 28-ന് കർണാടക മുഖ്യമന്ത്രിയെ കാണുക എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. രാത്രി 10 മണി മുതൽ വണ്ടി കാത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകളെ സഹായിക്കാനായി പോലീസ് ഹെൽപ്പ് സെന്റർ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചുവെന്ന വാർത്ത വ്യാജമെന്ന് കേരള പോലീസ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തിയത്. സംസ്ഥാന പോലീസ് മീഡിയ സെന്റർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറെ ബലാത്സംഗ കൊലയ്ക്ക് ഇരയാക്കിയ കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് നുണ പരിശോധനയിൽ കുറ്റം സമ്മതിച്ചതായി റിപ്പോർട്ട്. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തും മുമ്പ് അന്നു രാത്രി മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും നുണ പരിശോധനയിൽ തെളിവ് ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അനാച്ഛാദനം ചെയ്ത ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച 35 അടി ഉയരമുള്ള പ്രതിമയാണ് തകർന്നത്. ശരീരഭാഗം മൊത്തം തകർന്നടിഞ്ഞ പ്രതിമയുടെ കാൽപാദത്തിന്റെ ഭാഗം മാത്രമാണ് പീഠത്തിൽ ബാക്കിയായത്. ഇക്കഴിഞ്ഞ ഡിസംബർ 4-ന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ തകർന്നു വീഴുകയായിരുന്നു. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു. വിപണിയിൽ വീണുകിട്ടിയ ലൈഫ് ലൈൻ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന BSNLനെ സംബന്ധിച്ച് ഉർവശശാപം ഉപകാരമായി. വില കുറഞ്ഞ പ്ലാനുകൾ കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവരുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. ഇത്തരത്തിലൊന്നാണ് കമ്പനിയുടെ 91 രൂപയുടെ പ്ലാൻ. 90 ദിവസത്തെ വാലിഡിറ്റിയാണ് ഇവിടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ അമ്മ ഓഫീസിനു മുന്നിൽ റീത്തുവെച്ച് പ്രതിഷേധം. ലോ കോളേജ് വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ 4 വിദ്യാർത്ഥികളാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്നാണ് റീത്തിൽ എഴുതിയിരിക്കുന്നത്. റീത്ത് ഓഫീസ് ജീവനക്കാർ എടുത്തുമാറ്റി. കാട്ടാക്കട താലൂക്ക് നിവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. ലേണേഴ്സ് വിജയിച്ച് ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കിയ 4000-ഓളം പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത്.
കാട്ടാക്കട സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിൽ ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ജില്ലയിലെ മറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ 5ഉം 6ഉം ദിവസം ടെസ്റ്റ് നടത്താൻ കഴിയുന്ന സൗകര്യം ലഭ്യമാണ്. വിഴിഞ്ഞം ഹാർബർ റോഡിൽ നിന്ന് കോവളം ലൈറ്റ് ഹൌസ് ബീച്ചിലേക്കും ഹവാ ബീച്ചിലേക്കുമുള്ള ഓടകളിൽ ശൗചാലയ മാലിന്യം ഒഴുക്കിവിടുന്നു. ലൈറ്റ് ഹൌസ് ബീച്ചിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മൂക്കുപൊത്തി വേണം ഇതുവഴി നടക്കാൻ. മാലിന്യം ലൈറ്റ് ഹൌസ് ഭാഗത്തെ കടലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതറിയാതെയാണ് വിനോദസഞ്ചാരികൾ ഇവിടെ കുളിക്കുന്നത്. ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെ ഇടക്കല്ല് ഭാഗത്തേക്കുള്ള ഓട വഴി കടലിലേക്ക് ഒഴുക്കിവിടുകയാണ്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.